ഈ വീഡിയോയിലെ വിഷയം നായർ ഈഴവർ ബുദ്ധപാരമ്പര്യത്തിൽ എന്നുള്ളതാണ്. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ദർശന ചരിത്ര വിവരണം സാമൂഹ്യ ചരിത്രാന്വേഷണത്തിൽ വിലപ്പെട്ട ഒന്നാണ്. കേരളത്തിലെ പ്രബല ജാതികളായ നായരുടെയും ഈഴവരുടെയും പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ദർശന ചരിത്ര വിവരണം പല അജ്ഞാത വസ്തുതകളും പുറത്തു കൊണ്ടുവരുന്നു. ദർശന ചരിത്രം എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരു ദർശനത്തിൽ അഥവാ കാഴ്ചയിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജ്ഞാനമണ്ഡലത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ചരിത്രകാര്യങ്ങൾ എന്നുള്ളതാണ്. നായർ ഈഴവ വിഭാഗങ്ങളെക്കുറിച്ച് ഗുരു ദർശന ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള 5 പ്രാമാണിക കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അന്വേഷിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് നായരും ഈഴവരും ഏകഗോത്രജരാണ്. രണ്ടാമത്തേത് നായരുടെയും ഈഴവരുടെയും പിതൃത്വം ഒന്നാണ്. മൂന്നാമത്തേത് നായരും ഈഴവരും ശ്രീബുദ്ധ പരമ്പരയുടെ പിൻഗാമികളാണ്. നാലാമത്തേത് നായന്മാർ ബുദ്ധപരമ്പരയിലെ മഹായാന വിഭാഗത്തിൻ്റെ പിൻഗാമികളാണ്. അഞ്ചാമത്തേത് ബുദ്ധപരമ്പരയിലെ ഹീനയാന വിഭാഗക്കാരുടെ അനന്തരഗാമികളാണ് ഈഴവർ. മഹോദയപുരം, ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായുള്ള ചേരഭരണത്തിൻ്റെ കാലത്താണ് ബ്രാഹ്മണാധിപത്യം കേരളത്തിൽ സ്ഥാപിതമായത്. എല്ലാവരും സമന്മാരാണെന്ന സങ്കല്പത്തിന് വിപരീതമായി ഉച്ചനീചത്വം ജാതി വ്യവസ്ഥയും ശക്തമാകാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. സമൂഹത്തിൻ്റെ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആര്യബ്രാഹ്മണർ തയ്യാറാക്കിയ നിയമങ്ങളും ആശയങ്ങളും ശക്തമായി സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടു. തദ്ദേശ ജനത നിലനിർത്തിയിരുന്ന ഗോത്ര സംസ്കാരം ക്രമേണ അപ്രത്യക്ഷമാവുകയും ആര്യബ്രാഹ്മണ സംസ്കാരം പടരുകയും ചെയ്തു. ഇതോടെ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിലെ ദേശവാസികൾ ബുദ്ധജൈന പാരമ്പര്യത്തിൽ നിന്ന് അകലുകയും ബ്രാഹ്മണർ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ക്ഷേത്ര കേന്ദ്രീകൃതമായ വൈദിക സംസ്കാരത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ദർശന ചരിത്രം വീക്ഷിക്കുമ്പോൾ കേരളത്തിൽ ബുദ്ധ പാരമ്പര്യം നിലനിന്നിരുന്ന, അതായത് ബുദ്ധപരമ്പരയുടെ ഒരു പ്രഭാവം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വരെ ജാതിത്തിരിവുകൾ ഇല്ലെന്ന് പറയുന്നുണ്ട്. ആര്യബ്രാഹ്മണർ വൈദിക സമ്പ്രദായം അടിച്ചേൽപ്പിക്കുകയും അതിലൂടെ വിവിധ വിഭാഗങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തതോടെയാണ് സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ വന്നതും തുടർന്ന് അത് ജാതിയുടെ ശ്രേണിയിലേക്ക് മാറുകയും ചെയ്തു. ഗുരു ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കുക. വൈദിക മതത്തിൽ നിന്ന് വളർന്ന് പന്തലിച്ചതാണ് ജാതി. അതായത് വൈദിക മതത്തിൽ വളർന്ന് പന്തലിച്ചതാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ആരൂഢ രൂപം. അതിൽ നിന്ന് വന്നതാണ് ജാതി. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നായരും ഈഴവരും ഏകഗോത്രജരാണെന്ന നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ പ്രസ്താവന നമുക്ക് ശ്രദ്ധിക്കാം. നായരും ഈഴവരും ഒരേ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് ഗുരു ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ദർശനപരമായി നോക്കിയപ്പോൾ ഇവരുടെ 2 പേരുടെയും അല്ലെങ്കിൽ ഈ 2 വിഭാഗങ്ങളുടെയും പിതൃക്കൾ ഒന്നായിരുന്നു. 1000 വർഷം മുമ്പുള്ള നായരുടെയും ഈഴവരുടെയും പിതൃക്കളെ നോക്കിയപ്പോൾ അവർ ഒരു ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടു. ഇത് 50 വർഷം മുമ്പാണ് ഗുരു പ്രഖ്യാപിച്ചിരുന്നത്. 1000 കൊല്ലം മുമ്പുള്ള പിതൃക്കളെ എടുത്തു നോക്കിയാൽ ഈഴവരും നായരും രണ്ടല്ല എന്ന് മനസ്സിലാകും. 1000 കൊല്ലം മുമ്പുള്ള ഇവരുടെ എല്ലാ പിതൃക്കളും ഒരുപോലെയാണ് ഗുരു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിലെ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജിക്ക് വേണ്ടി ഡോക്ടർ കുമാരസ്വാമി തങ്കരാജ് നടത്തിയ ഒരു പഠനം നമുക്ക് നോക്കിക്കാണാം. കേരളത്തിലെ നായർക്കും ഈഴവർക്കും തീയന്മാർക്കും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചില സമൂഹങ്ങളുമായി അടുപ്പമുണ്ടെന്ന ഒരു പഠനത്തിന് ഇടയിലാണ് ഡോക്ടർ തങ്കരാജ് ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്.
അദ്ദേഹം പറയുന്നത് കേരളത്തിലെ നായന്മാർക്കും ഈഴവർക്കും തീയന്മാർക്കും ജനിതകമായി വളരെ അടുപ്പമുണ്ടെന്ന് പറയുന്നു. ഈ പഠനം നവജ്യോതിശ്രീ കരുണാകര ഗുരു 50 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ നായരുടെയും ഈഴവരുടെയും പിതൃക്കൾ ഒന്നാണെന്ന, അതായത് ഇവർ ഏകഗോത്രജരാണെന്ന പ്രസ്താവന ശരിവയ്ക്കുന്നതാണ്. നായരും ഈഴവരും ഏകഗോത്രജരാണെന്ന് തെളിയിക്കുന്നതിന് അവരുടെ പഴയകാലത്തെ സാമൂഹ്യ ബന്ധങ്ങളും ആത്മീയ ജീവിതവും പരിശോധിച്ചാൽ മതിയെന്ന് നവജ്യോതിശ്രീ കരുണാകര ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമായി ഗുരു മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാര്യം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയകാലത്തെ 2 ക്ഷേത്രങ്ങളുടെ ഉദാഹരണമാണ്. ഈ 2 ക്ഷേത്രങ്ങളുടെയും അവകാശ പാരമ്പര്യം ശ്രീനാരായണ ഗുരുവിന് പിൽക്കാലത്ത് ലഭിക്കുകയും ചെയ്തു. നവജ്യോതിശ്രീ കരുണാകര ഗുരു രേഖപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം. ചെമ്പഴന്തി എന്ന കുഗ്രാമത്തിൽ നാരായണ ഗുരു ജനിച്ച വീട്ടിൽ ഒരു കോമ്പൗണ്ടിൽ 2 ക്ഷേത്രം, 2 ഭദ്രകാളി ക്ഷേത്രങ്ങൾ. അന്ന് നായർക്കും ഈഴവർക്കും ഒരേ കോമ്പൗണ്ടിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആരും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 2 ക്ഷേത്രത്തിൻ്റെ അവകാശം നാരായണ ഗുരുവിന് കൊടുത്തു. ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ 2 ക്ഷേത്രങ്ങൾക്കും പൊതുവായി കളിത്തട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 വശത്തും 2 തൂണുകൾ ചാരിയിരിക്കാൻ സൗകര്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് നായരുടെ കാരണവർ ഇരിക്കും, മറുഭാഗത്ത് ഈഴവരുടെ കാരണവർ. തീരുമാനങ്ങൾ ഒത്തെടുക്കും. ഇന്ന് ആ തട്ട് അവിടെയില്ല, പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ പോരെ തെളിവിന്? ചെമ്പഴന്തിപ്പിള്ളയുടെ ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്രം എഴുതി അവസാനം ചെമ്പഴന്തിപ്പിള്ള ചരിത്രത്തിൽ ഇല്ലാതായി. ഗുരു പറയുന്നു, തിരുവിതാംകൂറിലെ പ്രമുഖനായിരുന്ന ചെമ്പഴന്തിപ്പിള്ളയുടെ ചരിത്രം ചെമ്പഴന്തിയിലെ ഈഴവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇവരുടെ പൂർവ്വകുല ബന്ധമാണ്. ചെമ്പഴന്തിപ്പിള്ള തിരുവിതാംകൂറിലെ ഭരണാധികാരികൾക്ക് അനഭിമതനായതിനാലാണ് അദ്ദേഹം ഈ ക്ഷേത്ര ചരിത്രത്തിൽ നിന്ന് പോലും പുറത്തായത്. ചെമ്പഴന്തിയിലെ ഭഗവതി ക്ഷേത്രം എന്ന് നേരത്തെ വിളിച്ചിരുന്ന ഒരു പഴയകാലത്ത് മണക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് നവജ്യോതിശ്രീ കരുണാകര ഗുരു പറഞ്ഞിരിക്കുന്നത്. മണക്കൽ ഭഗവതി ക്ഷേത്രത്തിനുള്ളിൽ 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതിൽ 2 ഭദ്രകാളിയുടേതായിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ അവകാശം ചെമ്പഴന്തിപ്പിള്ളയുടെ കുടുംബമായ കണ്ണങ്കര വീട്ടുകാരുടേതായിരുന്നു. മറ്റേത് നാരായണ ഗുരുവിൻ്റെ പിതാവിൻ്റെ വഴിയിലുള്ള കുടുംബത്തിന് അവകാശപ്പെട്ടത്. ഈ 2 ക്ഷേത്രങ്ങളുടെ അവകാശം പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിന് നൽകുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ആ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ മാറ്റുകയും പുതിയ പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. ഇന്ന് ശ്രീനാരായണ ഗുരുകുലത്തിൽ കാണുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ ചരിത്രം ചെമ്പഴന്തിപ്പിള്ളയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നുമല്ല. ചെമ്പഴന്തിപ്പിള്ളയുടെ കുടുംബവും ശ്രീനാരായണ ഗുരുവിൻ്റെ പിതാവിൻ്റെ വഴിയിലുള്ള കുടുംബവും തമ്മിലുള്ള അരക്കിട്ടുറപ്പിച്ച സാമൂഹ്യ ബന്ധത്തിൻ്റെയും ആത്മീയ ബന്ധത്തിൻ്റെയും ഉദാഹരണമായിരുന്നു പഴയകാലത്ത് അവിടെ ഉണ്ടായിരുന്ന മണക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രം. ഗുരുവിൻ്റെ ദർശന ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള നായരുടെയും ഈഴവരുടെയും ശ്രീബുദ്ധ പാരമ്പര്യമാണ് ഇനി അന്വേഷിക്കുന്നത്. ബ്രാഹ്മണരുടെ വൈദിക സംസ്കാരം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ബുദ്ധപാരമ്പര്യത്തിനായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. ശൂദ്ര വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ബുദ്ധമതത്തിനോടോ അല്ലെങ്കിൽ ബുദ്ധപരമ്പരയോടോ അഭികാമ്യം പ്രകടിപ്പിച്ചവരായിരുന്നു. ഇവരോടൊപ്പം ബ്രാഹ്മണരിലെ കുറേ വിഭാഗവും ചേർന്നു. അതോടെ കേരളത്തിൽ അവർ വലിയൊരു ശക്തിയായി തീർന്നു. ബ്രാഹ്മണർ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവർ കാത്തിരുന്നു. രാജാക്കന്മാർ ഒന്നുകിൽ ബുദ്ധപരമ്പരയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ജൈന പരമ്പരയിലോ പെട്ടവരായിരുന്നു. ഒരു കാലത്തും ഇവരുടെ ഭരണം മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാലാണ്
അവർ നിസ്സഹായത പ്രകടിപ്പിച്ച് കഴിഞ്ഞുകൂടിയത്. ബുദ്ധമതത്തിൽ ചേരിതിരിവുകൾ ഉണ്ടായതോടെ ബ്രാഹ്മണർ തലപൊക്കാൻ തുടങ്ങി. മഹായാനവും ഹീനയാനവും എന്ന രണ്ട് വിഭാഗങ്ങൾ ബുദ്ധമതത്തിൽ ഉണ്ടായി. ഈ സമയത്ത് ബ്രാഹ്മണർ തന്ത്രങ്ങൾ മെനഞ്ഞു. ബുദ്ധജൈന പരമ്പരയിലെ രാജാക്കന്മാരെ വശത്താക്കിയും അവരുടെ വിശ്വാസം മാറ്റിച്ചും അവരെ യാഗയജ്ഞങ്ങൾക്ക് പ്രേരിപ്പിച്ചും കവികളെ വശത്താക്കിയും ബുദ്ധവികാരങ്ങൾ അടിച്ചുടച്ചും ബുദ്ധ-ജൈന പരമ്പരയിൽപ്പെട്ട വിശ്വാസികളെ ഹിംസിച്ചുമാണ് വൈദിക സംസ്കാരത്തിൻ്റെ അടിത്തറ കേരളത്തിൽ കെട്ടിപ്പടുത്തത്. ബുദ്ധപാരമ്പര്യത്തെ തകർത്തതിനെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ബുദ്ധമതക്കാർ സ്വതന്ത്രന്മാരാണ്. ഇവർ ബുദ്ധന്റെ ആശയത്തിന് പിന്നിൽ അണിനിരന്നപ്പോൾ അവരെ തല്ലി ഓടിച്ചു കളഞ്ഞു. അങ്ങനെ സിലോണിലും ചൈനയിലും ജപ്പാനിലും ഓടിപ്പോയി. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിൽ ബ്രാഹ്മണരിൽ ബുദ്ധമതം സ്വീകരിച്ചവരെ ഭ്രഷ്ട് കൽപ്പിച്ചു, താഴ്ന്നവരാക്കി. താഴ്ത്തപ്പെട്ട ബ്രാഹ്മണരാണ് തീയർ. ബുദ്ധപരമ്പരയിലുണ്ടായ കലഹം ബ്രാഹ്മണർ നന്നായി ചൂഷണം ചെയ്തു. ബുദ്ധപരമ്പരയിലെ മഹായാന വിഭാഗത്തെ അടുപ്പിച്ചു നിർത്താൻ ബ്രാഹ്മണർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഹീനയാന വിഭാഗത്തെ നഖശികാന്തം എതിർത്ത മഹായാന വിഭാഗം ക്രമേണ ബ്രാഹ്മണരുമായി സന്ധിയിലേർപ്പെട്ടു. അവർക്ക് അക്ഷരജ്ഞാനം നൽകി പരിപോഷിപ്പിച്ചു. ക്രമേണ സൈന്യത്തിലും ദേശഭരണത്തിലും സ്ഥാനം നൽകി സമൂഹത്തിലെ ഉന്നതരാക്കി മാറ്റി. ഇതിനെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഉണ്ണാനും ഉടുക്കാനും വകയുണ്ടായപ്പോൾ പൊന്നുതമ്പുരാന്റെ ആളായി നിൽക്കാൻ തയ്യാറായി. ബുദ്ധപരമ്പരയിലെ മഹായാനക്കാർ ക്രമേണ സമൂഹത്തിലെ നായകരായി മാറി. ജാതി വിഭജനം ശക്തമായതോടെ ഈ നായന്മാരായി അറിയപ്പെട്ടു. ബ്രാഹ്മണരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഹീനയാന വിഭാഗക്കാരുടെ പിൻതലമുറക്കാരാണ് ഈഴവർ. അവർ എക്കാലത്തും ബ്രാഹ്മണരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർക്ക് ഒട്ടേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. അവരെ അടിച്ചമർത്താൻ ബ്രാഹ്മണ സമൂഹം മറ്റുള്ളവരെ ഉപയോഗിച്ചു. വൈദിക വാഴ്ചയെ നഖശികാന്തം എതിർത്ത ഈഴവരെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി. ഇതിനെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കാം. ഈഴവർ എല്ലാ തരത്തിലും താഴ്ത്തപ്പെട്ടു, തീണ്ടൽ ജാതിക്കാരായി മാറ്റപ്പെട്ടു. സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടുവെങ്കിലും ഈഴവരിലെ ചില കുടുംബങ്ങളെ ബ്രാഹ്മണർ അടുപ്പിച്ചു നിർത്തി. വൈദ്യന്മാർ, മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാർ തുടങ്ങിയവരെയാണ് അവർ അടുപ്പിച്ചു നിർത്തിയത്. ബുദ്ധപരമ്പരയിൽ ഭിന്നിപ്പുണ്ടായെങ്കിൽ പോലും ഹീനയാന വിഭാഗത്തിലെ വൈദ്യന്മാരെയും മന്ത്രവാദികളെയും ചികിത്സകരെയും ഒക്കെ ബ്രാഹ്മണർ അവരുടെ ജോലി തുടരാൻ അനുവദിച്ചിരുന്നു. ഇവർ പിൽക്കാലത്ത് ഈഴവ വിഭാഗമായി മാറിയപ്പോൾ അവരെ എല്ലാം തന്നെ ഈ അവരുടെ തൊഴിൽ, കുലവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം, വൈദ്യം, ജ്യോത്സ്യം, മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങൾ നടത്താൻ ബ്രാഹ്മണർ സഹായിച്ചു. അവരെ അടുപ്പിച്ചു നിർത്തി, അവരെ ബഹുമാനിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ളത്, രോഗം വരുമ്പോൾ ബ്രാഹ്മണർക്കും ചികിത്സ വേണമല്ലോ, അതിനാലാണ് അവരെ അടുപ്പിച്ചു നിർത്തിയതെന്ന്. നായന്മാരുടെയും ഈഴവരുടെയും പഴയ തലമുറക്കാർ ശ്രീബുദ്ധ പരമ്പരയിൽ പെട്ടവരാണെന്ന് ദർശനചരിത്രം വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാകും. അതായത് ബുദ്ധപരമ്പര രണ്ടായി പിളർന്നപ്പോൾ മഹായാന വിഭാഗമായി നിന്നവരാണ് നായന്മാരായി വന്നതും, അതുപോലെ ഹീനയാന വിഭാഗക്കാരാണ് ഈഴവരായി മാറിയത്.